എല്ലാവർക്കും പ്രമാസ് ഫുഡ് മിസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഏത് പഴമാണോ നമ്മളെ കയ്യിലുള്ളത് ആ പഴം വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ മധുരവും കിട്ടുകയും ചെയ്യും. പഴുത്ത പഴമൊക്കെ തൊലി കറുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പഴങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. എങ്ങനെയാണിത് തയ്യാറാക്കി എന്ന് നോക്കാം. അതിനായിട്ട് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് 1 കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് റാഗി പൗഡർ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. റാഗി റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും. ആ സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോടുകൂടി തന്നെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടണമെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്കിത് കുറവാണ്, ഇതിലുള്ള കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 ടീസ്പൂണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടും. എനിക്കിതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, കറക്റ്റായിരുന്നു. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് അത് നല്ല കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാ ബോൾസും ഒന്ന് മുഴുവനും ബോൾസാക്കി എടുക്കണം. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമർ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. റാഗിയും പഴത്തിൻ്റെയും ബോൾസ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് സ്റ്റീമായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പീനട്ട് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടല ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റേസിൻസാണ്. റേസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ എടുക്കുന്ന ബോൾസിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകി വെച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ട്
അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോഴും നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ബോൾസ് ഉണ്ടല്ലോ, ആ ബോൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ബോൾസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും ഇത്. ഇപ്പോൾ റാഗി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. പഴമൊക്കെ കയ്യിലുള്ള സമയത്ത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്